പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേലും ഇറാനും. ഇറാന്റെ തിരിച്ചടിയിൽ ടെലവീവിലും ജെറുസലേമിലും കനത്ത നാശം. ആക്രമണം തുടർന്നാൽ ടെഹ്റാൻ കത്തിയെരിയുമെന്ന ഭീഷണിയുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി. ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നും അമേരിക്കയുമായി ആണവ ചർച്ചയ്ക്കില്ലെന്നും ഇറാൻ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനായില്ല. ടേക്ക് ഓഫ് വരെ ഒരു സാങ്കേതിക പ്രശ്നവുമില്ലായിരുന്നു എന്ന് വ്യോമയാന മന്ത്രാലയം. ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. അവശിഷ്ടങ്ങൾക്കിടെ ഇന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനങ്ങളിൽ കർശന പരിശോധന. സംസ്ഥാനത്ത് അതിശക്തമായ മഴ വരുമെന്ന് മുന്നറിയിപ്പ്. 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്നു. പലയിടത്തും വെള്ളക്കെട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. തീരദേശത്ത് കടലാക്രമണം രൂക്ഷം. മലബാറിൽ വ്യാപക കൃഷിനാശം. നിലമ്പൂരിൽ പ്രചാരണം ശക്തം. പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിൽ. ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനം പരിശോധിച്ചത് വിവാദമാക്കി കോൺഗ്രസ്. പരിശോധന പക്ഷപാതവും ആസൂത്രിതവുമെന്ന് കോൺഗ്രസ്. ഉദ്യോഗസ്ഥരെ രാഹുൽ ഭീഷണിപ്പെടുത്തിയത് താന്തോന്നിത്തരമെന്ന് CPM. സ്വാഭാവിക പരിശോധനയെന്ന് ജില്ലാ കളക്ടർ. സംസ്ഥാനത്ത് നാളികേരത്തിന്റെ വില കുതിച്ചുയരുന്നു. 2 ആഴ്ചയ്ക്കിടെ വെളിച്ചെണ്ണയുടെ വില കൂടിയത് 2 തവണ. 1 ലിറ്ററിന്റെ വില 400 രൂപയ്ക്കടുത്ത്. ടോപ്പ് 10 സ്പെഷ്യൽ. ഇടുക്കി പീരുമേട് വനത്തിൽ മരിച്ച സീതയുടേത് കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സീതയുടെ ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ. ഭർത്താവ് ബിനു കസ്റ്റഡിയിൽ. കാട്ടാന ആക്രമിച്ചു എന്ന ഭർത്താവിന്റെ മൊഴി കള്ളമെന്ന് പോലീസ്.